ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ജാവയുടെ പ്രോഗ്രാമിംഗ് സെക്ഷനിലേക്ക് കടക്കാം. പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ജാവയുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള തിയറീസ് പഠിക്കണം. തിയറി നല്ലപോലെ സ്ട്രോങ് ആയാൽ മാത്രമേ ജാവ പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ തിയറിയിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടോക്കൺസ് ആണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു സി പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു വീഡിയോയിൽ ടോക്കൺസ് എന്താണ്, സി ലാംഗ്വേജിൽ ടോക്കൺസ് എന്താണെന്നുള്ളത് അതിൻ്റെ ടൈപ്പും എക്സാമ്പിളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ആ ടോക്കൺസും ജാവയിലെ ടോക്കൺസും ഓൾമോസ്റ്റ് സെയിം ആണ്. ചെറിയ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ജാവയിൽ ഉണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ ആ വീഡിയോ കാണുക, ഇൻട്രൊഡക്ഷൻ ടു സി പ്രോഗ്രാമിങ്ങിൻ്റെ ടോക്കൺസ് എന്നുള്ള വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറേ കൂടെ ഒരു നല്ലൊരു എക്സ്പ്ലനേഷൻ കിട്ടും. അപ്പോൾ ടോക്കൺസ് ആർ ദ സെറ്റ് ഓഫ് വാലിഡ് ക്യാരക്ടേഴ്സ് ഇൻ എനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വാലിഡ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് കാണും. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇന്ന ക്യാരക്ടേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതൊക്കെ പറ്റത്തില്ല എന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് കാണും. അങ്ങനെയുള്ള സെറ്റ് ഓഫ് വാലിഡ് ക്യാരക്ടേഴ്സിനെയാണ് ടോക്കൺ എന്ന് പറയുന്നത്. ഇപ്പോൾ C++ ലാംഗ്വേജിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതുപോലെ ആൽഫബറ്റ്സ്, അപ്പർ ഓർ ലോവർ, അതുപോലെ ഡിജിറ്റ്സ്, സ്പെഷ്യൽ സിമ്പിൾസ്, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ജാവയിലും കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, പ്രോഗ്രാമിംഗ് കോഡിങ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെയാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. ജാവയിൽ ബേസിക്കലി 5 ടൈപ്പ് ടോക്കൺസ് ആണ് അവൈലബിൾ: കീവേഡ്, ഐഡൻറ്റിഫയർ, ലിറ്ററൽ, ഓപ്പറേറ്റർ ആൻഡ് സ്പെഷ്യൽ സിമ്പിൾ. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. കീവേഡ് എന്ന് വെച്ചാൽ പ്രീ ഡിഫൈൻഡ് വേർഡ് എന്നോ അല്ലെങ്കിൽ റിസർവ്ഡ് വേർഡ് എന്നോ പറയാം. ഓൾറെഡി ഫിക്സഡ് മീനിങ് ഉള്ള വേർഡ്സ് ആയിരിക്കും. ഐഡൻറ്റിഫയേഴ്സിന് യൂസർ ഡിഫൈൻഡ് വേർഡ്സ് എന്ന് പറയും. യൂസർ, അതായത് നമ്മൾ പ്രോഗ്രാം എഴുതുന്ന ആൾക്കാരാണ് ഐഡൻറ്റിഫയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് വിത്ത് സം റൂൾസ്. ഓക്കെ, തേർഡ് വൺ ലിറ്ററൽ ഓർ കോൺസ്റ്റൻറ്റ് ആൻഡ് ഓപ്പറേറ്ററും സ്പെഷ്യൽ സിമ്പിളും. ഓക്കെ, അപ്പോൾ ജാവയിൽ ഫസ്റ്റ് ടോക്കണായ കീവേഡ്സ് നോക്കാം. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ മീനിങ്? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അബ്സ്ട്രാക്റ്റ് എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ കീവേഡ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, മെയിൻ ആയിട്ടുള്ള വേർഡ്സിനെയാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത്. അതേ സെയിം മീനിങ് തന്നെയാണ് ഇവിടെയും. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് വേർഡ്സ് ആണ്. പ്രീ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വച്ചിരിക്കുന്ന വേർഡ്സ്. അതായത് ജാവ പ്രോഗ്രാമിംഗ് ഡെവലപ്പ് ചെയ്ത ജെയിംസ് എന്ന അദ്ദേഹം ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വച്ചിരിക്കുന്ന കുറേ വേർഡ്സിനെയാണ് പ്രീ ഡിഫൈൻഡ് വേർഡ്സ് എന്ന് പറയുന്നത്. ഈ കീവേഡ് അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് വേർഡ്സിന് ഒരു പെർട്ടിക്കുലർ മീനിങ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടാസ്ക്, ഒരു ഫംഗ്ഷൻ അതിന് അസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ടാസ്കിന് വേണ്ടി മാത്രമേ ഈ പറയുന്ന വേർഡുകളെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ടാസ്ക് നമുക്ക് മാറ്റാനുള്ള, ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ ടാസ്ക് റിസർവ് ചെയ്ത് വച്ചിരിക്കുന്നത് കൊണ്ട് കീവേഡ്സിന് റിസർവ്ഡ് വേർഡ്സ് എന്നും പറയാം. ദേ ഹാവ് സം സ്പെഷ്യൽ മീനിങ് ടു ജാവ കമ്പൈലർ. ഓൾറെഡി ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ മീനിങ് ഉണ്ട്. അത് ആ മീനിങ് അല്ലാതെ വേറെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഈ വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈച്ച് വേർഡ് ഹാസ് സ്പെഷ്യൽ ടാസ്ക് ആൻഡ് കനോട്ട് ബി ചേഞ്ച്ഡ്. ഓരോ വേർഡിനും ഒരു സ്പെഷ്യൽ ടാസ്ക് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഉണ്ട്. അത് ചേഞ്ച് ചെയ്യാൻ യൂസറിന് പറ്റത്തില്ല. അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കീവേഡ്സ് എപ്പോഴും ലോവർ കേസ് അല്ലെങ്കിൽ സ്മോൾ ലെറ്ററിൽ മാത്രമേ എഴുതാവൂ. അപ്പർ കേസിൽ എഴുതാൻ പാടില്ല. ഓൾവേസ് ബി റിട്ടേൺ ഇൻ ലോവർ കേസ്. കീവേഡ്സിൻ്റെ കുറച്ച് എക്സാമ്പിളാണ് ബോർഡിൽ ഉള്ളത്: അബ്സ്ട്രാക്ട്, ഡു, കേസ്, ഫൈനലി, ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ബൂളിയൻ, ക്യാച്ച്, ഡബിൾ, ബ്രേക്ക്, കണ്ടിന്യൂ, എക്സ്റ്റെൻഡ്, ഇഫ്, ഇൻ്റർഫേസ്, പ്രൈവറ്റ്, പബ്ലിക്, സ്റ്റാറ്റിക്, സ്വിച്ച്, ത്രോ, ഓയിഡ്, ഇനം, ഗോ ടു. ഇത് വളരെ കുറച്ച് എക്സാമ്പിളാണ്. ഇനി ഒരുപാട് കീവേഡ്സ് ജാവ ലാംഗ്വേജിൽ അവൈലബിൾ ആണ്. നമ്മൾ C++ ലാംഗ്വേജിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കീവേഡുകളും ജാവയിലും ഉണ്ട്. അതല്ലാതെ കുറേ എക്സ്ട്രാ കീവേഡുകളും കൂടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫൈനലി, ബൂളിയൻ ആക്ച്വലി C++ലുണ്ട്. ഫൈനലി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കീവേഡാണ്. ഫൈനലി, ഇൻ്റർഫേസ്, ഇതുപോലുള്ളതൊക്കെ കുറച്ച് സ്പെഷ്യൽ കീവേഡ്സ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കീവേഡ്സിന് ഓൾറെഡി ഫിക്സഡ് മീനിങ് ഉണ്ട്. സോ നമുക്ക് യൂസറിന് അതല്ലാതെ, ആ ഫിക്സഡ് മീനിങ് അല്ലാതെ വേറെ കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള വേർഡ്സിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഐഡൻറ്റിഫയർ ആണ്. ഐഡൻറ്റിഫയറിന് യൂസർ ഡിഫൈൻഡ് വേർഡ്സ് എന്നും പറയാം. യൂസർ ഡിഫൈൻ ചെയ്യുന്ന വാക്കുകളാണ്, പ്രീ ഡിഫൈൻഡ് വേർഡ്സ് അല്ല. അതുകൊണ്ടാണ് യൂസർ ഡിഫൈൻഡ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ യൂസറിന് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് ഐഡൻറ്റിഫയേഴ്സ് എഴുതാവുന്നതാണ്. പക്ഷേ കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് എന്ത് ചെയ്യണം? പാലിക്കണം. ആ ഒരു കണ്ടീഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഐഡൻറ്റിഫയർ അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് വേർഡ്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു നോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറി ലൊക്കേഷൻസ് കൊടുക്കും.
അല്ലേ? മെമ്മറി ലൊക്കേഷൻ കൊടുക്കണമെങ്കിൽ ആ മെമ്മറി ലൊക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പേര് കൊടുക്കണം. പേര് കൊടുത്താലേ ആ മെമ്മറി ലൊക്കേഷനെ നമുക്ക് യൂസറിന് അല്ലെങ്കിൽ കമ്പൈലറിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ വേരിയബിൾസിനോ അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ഫംഗ്ഷൻസ് ഒക്കെ, അല്ലെങ്കിൽ ഫംഗ്ഷനെ ജാവയിൽ പറയുന്നത് മെത്തേഡ് എന്നാണ്. നമ്മുടെ C++ൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന സെയിം കൺസെപ്റ്റ് ജാവയിൽ മെത്തേഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വേരിയബിളിനോ ഒരു മെത്തേഡിനോ അല്ലെങ്കിൽ ക്ലാസ്സിനോ അറേ, പാക്കേജ്, ഇൻ്റർഫേസ് ഇങ്ങനെയുള്ള ഓരോന്നിനും യൂസർ കൊടുക്കുന്ന പേരിനെയാണ്, നെയിമിനെയാണ് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. നെയിംസ് ഓഫ് വേരിയബിൾസ്, മെത്തേഡ്, ക്ലാസ്, അറേ, പാക്കേജസ് ആൻഡ് ഇൻ്റർഫേസസ് ഈസ് കോൾഡ് ഐഡൻറ്റിഫയർ. ഇനി ഐഡൻറ്റിഫയറിന് കുറച്ച് റൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ റൂൾസ് മാത്രം ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, ഒരു ഐഡൻറ്റിഫയർ നമ്മൾ യൂസർ എഴുതുമ്പോൾ ഐഡൻറ്റിഫയറിനുള്ളിൽ നമുക്ക് ലെറ്റേഴ്സ് എഴുതാൻ പറ്റും. ലെറ്റർ ഇൻ ദ സെൻസ് A to Z, ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ അപ്പർ കേസോ ലോവർ കേസോ യൂസ് ചെയ്യാം. ദെൻ ഡിജിറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഡിജിറ്റ്സ് മീൻസ് 0 to 9 ഉള്ള ഏത് ഡിജിറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ അണ്ടർസ്കോർ സിമ്പിൾ യൂസ് ചെയ്യാൻ പറ്റും. ഈ 3 കാര്യങ്ങളും നമ്മൾ C++ ലാംഗ്വേജിലെയും ഐഡൻറ്റിഫയറിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതും ഇതും തമ്മിൽ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. C++ ലാംഗ്വേജിൽ ഡിജിറ്റ്സ്, ലെറ്റേഴ്സ്, അണ്ടർസ്കോർ ഈ 3 കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. പക്ഷേ ജാവയിൽ ഒരു എക്സ്ട്രാ സംഭവം കൂടെ ഉണ്ട്. അത് ഡോളർ സിമ്പലാണ്. നമുക്ക് സാധാരണ ഡോളർ സിമ്പൽ കീബോർഡിൽ അവൈലബിൾ ആണ്. ഡോളർ സിമ്പലും ഐഡൻറ്റിഫയറിൽ എഴുതാൻ പറ്റും. അതേസമയം C++ ലാംഗ്വേജിൽ ഡോളർ സിമ്പൽ ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു. C++ആയിട്ട് കമ്പയർ ചെയ്ത് പറയുന്നത് നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും ആ ലാംഗ്വേജ് അറിയാമായിരിക്കും. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചാൽ ജാവ പഠിക്കാൻ വളരെ ഈസിയാണ്. അതുകൊണ്ടാണ് അതുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നത്. അത് അറിഞ്ഞുകൂടാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. പുതിയതായിട്ട് പഠിച്ചാലും എളുപ്പം തന്നെയാണ്. സോ നമുക്ക് ഡിജിറ്റ്സ്, ലെറ്റേഴ്സ്, അണ്ടർസ്കോർ ഈ 3 അല്ലാതെ ഡോളർ സിമ്പലും കൂടെ യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, C++ ലാംഗ്വേജിൽ എപ്പോഴും ഒരു ഐഡൻറ്റിഫയറിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കണം? ഡിജിറ്റിൽ തുടങ്ങാൻ പാടില്ല. പകരം ലെറ്ററിലോ അണ്ടർസ്കോറിലോ തുടങ്ങാം. അതുപോലെ ജാവയിൽ ഒരു റൂളുണ്ട്. ആ റൂളാണ് ആൻ ഐഡൻറ്റിഫയർ മസ്റ്റ് ബിഗിൻ വിത്ത് ലെറ്റർ, ഡോളർ സൈൻ ഓർ അണ്ടർസ്കോർ. ഒരു ഐഡൻറ്റിഫയർ എപ്പോഴും ലെറ്ററിലോ അണ്ടർസ്കോറിലോ ഡോളർ സൈനിലോ മാത്രമേ തുടങ്ങാവൂ. നമ്പർ സ്റ്റാർട്ടിങ്, ഡിജിറ്റ് സ്റ്റാർട്ടിങ് വരാൻ പാടില്ല. ഓക്കെ, അതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. സെക്കൻഡ് റൂൾ, ക്യാൻ ഹാവ് എ കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. അപ്പോൾ സ്റ്റാർട്ടിങ് മാത്രമേ എന്ത് ചെയ്യാവൂ? അണ്ടർസ്കോറോ ഡോളർ സൈനോ ലെറ്ററോ വരാവൂ. സ്റ്റാർട്ടിങ്ങിന് ശേഷമുള്ളത് ക്യാരക്ടറിൻ്റെ എന്ത് കോമ്പിനേഷൻ വേണമെങ്കിലും ആവാം. ഡിജിറ്റ്സോ ലെറ്ററോ ഡോളറോ അണ്ടർസ്കോറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് കേസ് സെൻസിറ്റീവ്. കേസ് സെൻസിറ്റീവ് മീൻസ് 2 ടൈപ്പ് കേസാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അപ്പർ കേസ്, ലോവർ കേസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അല്ലെങ്കിൽ നമ്പർ എന്നൊരു ഐഡൻറ്റിഫയർ ഞാൻ എഴുതി, നമ്പർ. അപ്പോൾ ഞാൻ പ്രോഗ്രാമിൻ്റെ അകത്ത് നമ്പറിന് ഞാൻ എഴുതിയത് അപ്പർ കേസ് ലെറ്റേഴ്സ് NUMBER എന്നാണ് എഴുതിയത്. അപ്പർ കേസ് ലെറ്ററിൽ, ക്യാപിറ്റൽ ലെറ്ററിൽ. ആ സെയിം പ്രോഗ്രാമിൽ എനിക്ക് ഈ നമ്പർ എന്നുള്ള സെയിം ഐഡൻറ്റിഫയർ സ്മോൾ ലെറ്ററിൽ യൂസ് ചെയ്യുക, അതായത് ലോവർ കേസ് ലെറ്ററിൽ എഴുതാൻ പറ്റും. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിഫയർ ആയിട്ടേ കൺസിഡർ ചെയ്യത്തുള്ളൂ. അതാണ് കേസ് സെൻസിറ്റീവ് എന്ന് പറയുന്നത്. അതായത് അപ്പർ കേസ് ആൻഡ് ലോവർ കേസിനെ ഡിഫറെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും, രണ്ടും സെയിം ആയിട്ട് എടുക്കത്തില്ല. ഒരു പ്രോഗ്രാമിൽ തന്നെ എനിക്ക് ഒരേ വാക്ക് 2 പ്രാവശ്യം എഴുതാം, ഇൻ അപ്പർ ആൻഡ് ലോവർ കേസ്. സെയിം കേസിൽ എഴുതിയാൽ ഒരേ ആളായിട്ട് ട്രീറ്റ് ചെയ്യും, ഡിഫറെൻറ്റ് കേസിൽ എഴുതിയാൽ ഡിഫറെൻറ്റ് ഐഡൻറ്റിഫയർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതാണ് തേർഡ് റൂൾ. ഫോർത്ത് റൂൾ എന്ന് പറയുന്നത്, ആൻ ഐഡൻറ്റിഫയർ ക്യാൻ ബി ഓഫ് എനി ലെങ്ത്. എത്ര ലെങ്ത് ഉള്ളത്, ചെറിയ ഐഡൻറ്റിഫയറോ വലിയ ഐഡൻറ്റിഫയറോ മീഡിയം സൈസ് ഉള്ളത്, എത്ര ലെങ്ത്തിലുള്ള വേണമെങ്കിൽ ഐഡൻറ്റിഫയർ എഴുതാം. കനോട്ട് ബിഗിൻ വിത്ത് ഡിജിറ്റ്. അത് ഓൾറെഡി പറഞ്ഞു, ഒരു ഐഡൻറ്റിഫയർ ഒരിക്കലും ഡിജിറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. പകരം ലെറ്റർ, ഡോളർ സൈൻ, അണ്ടർസ്കോർ ഈ 3 സ്റ്റാർട്ട് ചെയ്യാവൂ. ദെൻ കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി C++ലുള്ള റൂൾ തന്നെയാണ്. കീവേഡ്സിനെ ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വെരി 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 ഇമ്പോർട്ടൻറ്റ് റൂളാണ് അടുത്ത് പറയാൻ പോകുന്നത്. വൈറ്റ് സ്പേസ് ഒരു ഐഡൻറ്റിഫയർ അലൗഡ് അല്ല. അത് C++ൽ ഈ സെയിം റൂൾ ഉണ്ട്. വൈറ്റ് സ്പേസ് ഒരു ഐഡൻറ്റിഫയറിൻ്റെ ഇടയ്ക്ക് വരാൻ പാടില്ല. അപ്പോൾ ഇത്രയാണ് ഐഡൻറ്റിഫയറിൻ്റെ റൂൾസ് എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ ടോക്കൺ ലിറ്ററൽ ആണ്. ലിറ്ററലിനെ കോൺസ്റ്റന്റ് എന്ന് പറയും. ലിറ്ററൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കാറുള്ള വേരിയബിൾ ആണ്. വേരിയബിളിൻ്റെ പ്രത്യേകത എന്താണ്? വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ആവും. പക്ഷേ ലിറ്ററലിൻ്റെ വാല്യൂ ചേഞ്ച് ആവത്തില്ല. ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നോർമലി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന വേരിയബിളിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ബട്ട് വേരിയബിളിൽ വാല്യൂസ് ചേഞ്ചസ് ഇൻ ലിറ്ററൽ ഓർ കോൺസ്റ്റന്റ് വാല്യൂസ് കനോട്ട് ബി ചേഞ്ച് വൺസ് അസൈൻഡ്. ഒരു തവണ നമ്മൾ വാല്യൂ അസൈൻ ചെയ്താൽ പിന്നെ
വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിനെയാണ് ലിറ്ററൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. മെയിൻലി 5 ടൈപ്പ് ലിറ്ററൽസ് ആണ് ജാവയിലുള്ളത്. ഇൻറ്റിജർ ലിറ്ററൽ, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ, ക്യാരക്ടർ ലിറ്ററൽ, സ്ട്രിംഗ് ലിറ്ററൽ ആൻഡ് ബൂളിയൻ ലിറ്ററൽ. ഇൻറ്റിജർ ലിറ്ററൽ എന്ന് പറയുമ്പം ഹോൾ നമ്പർ ആയിരിക്കും. 125 ഇങ്ങനെയുള്ള ഹോൾ നമ്പേഴ്സ് ആയിരിക്കും, നാച്ചുറൽ നമ്പർ അങ്ങനെയുള്ള എല്ലാം വരാം. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ മീൻസ് ഡെസിമൽ നമ്പർ ആണ്, അതായത് പോയിന്റ് ഉള്ള നമ്പർ. എക്സാമ്പിൾ 25.3, അതൊരു എക്സാമ്പിളായിട്ട് പറയാം. ദെൻ ക്യാരക്ടർ ലിറ്ററൽ എന്ന് പറയുമ്പോഴത്തേക്ക് സിംഗിൾ കോഡ്സിനുള്ളിൽ എഴുതുന്നതാണ് ക്യാരക്ടർ ലിറ്ററൽ. സിംഗിൾ കോഡ്സിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ 2-3 എക്സാമ്പിൾ ഉണ്ട്. EDU, സിംഗിൾ കോഡ്സിനുള്ളിൽ, അല്ലെങ്കിൽ സിംഗിൾ കോഡ്സിനുള്ളിൽ ക്യാപിറ്റൽ ലെറ്റർ എ, സിംഗിൾ കോഡ്സിനുള്ളിൽ സ്മോൾ ലെറ്റർ എ, അല്ലെങ്കിൽ സിംഗിൾ കോഡ്സിനുള്ളിൽ ഒരു നമ്പർ 9, അല്ലെങ്കിൽ സിംഗിൾ കോഡ്സിനുള്ളിൽ ഒരു സിമ്പിൾ, ഇപ്പോൾ സിംഗിൾ കോഡ്സിനുള്ളിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് അല്ലെങ്കിൽ ഇൻറ്റു, ഇങ്ങനെയൊക്കെ എഴുതുന്നത് ക്യാരക്ടർ ലിറ്ററൽ ആണ്. സ്ട്രിംഗ് ലിറ്ററൽ മീൻസ് ഡബിൾ കോഡ്സിനുള്ളിൽ എഴുതുന്നതെല്ലാം സ്ട്രിംഗ് ലിറ്ററൽ ആയിരിക്കും. ഡബിൾ കോഡ്സിൽ ജാവ, ഡബിൾ കോഡ്സിനുള്ളിൽ സ്കൂൾ, ഇങ്ങനെയൊക്കെയുള്ള ഡബിൾ കൊട്ടേഷൻ മാർക്കിനുള്ളിൽ എഴുതുന്ന എല്ലാം സ്ട്രിംഗ് ലിറ്ററൽ ആണ്. ബൂളിയൻ വാല്യൂ മീൻസ് നമ്മൾ നോർമൽ ബൂളിയൻ എന്ന് വെച്ചാൽ എന്താണ്, ഐദർ ട്രൂ ഓർ ഫോൾസ്. ആ സെയിം ഐഡിയ തന്നെയാണ് ഇവിടെയും. ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള വാല്യൂവിനെയാണ് ബൂളിയൻ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ജാവയിലെ ലിറ്ററൽ. അടുത്തതായി ജാവയിലെ ഓപ്പറേറ്റേഴ്സ് എന്ന ടോക്കണിലേക്ക് പോകാം. ഓപ്പറേറ്റർ ഈസ് എ സ്പെഷ്യൽ സിമ്പിൾ ദാറ്റ് സിഗ്നിഫൈസ് ദ കമ്പൈലർ ടു പെർഫോം സം ഓപ്പറേഷൻ. അതായത് നമ്മളിപ്പോൾ നോർമലി മാത്സിലൊക്കെ പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, അതുപോലെ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓപ്പറേറ്റർ, കുറേ സിമ്പിൾസ് യൂസ് ചെയ്യും. ആ സിമ്പിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ. ഇപ്പോൾ 12 + 3 എന്ന് പറയുമ്പോൾ 12ഉം 3ഉം കൂടെ ആഡ് ചെയ്യണമെന്നാണ് അതിൻ്റെ മീനിങ്. അതുപോലെ ജാവ ലാംഗ്വേജിൽ കമ്പൈലറിനോട് ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി സിഗ്നിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു സിമ്പിളിനെയാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ജാവയിൽ മെയിനായിട്ട് 8 ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, യൂണറി, അസൈൻമെൻറ്റ്, റിലേഷണൽ, ലോജിക്കൽ, ടെർണറി, ബിറ്റ് വൈസ് ആൻഡ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ. ഇതിലെ ഈ ഓപ്പറേറ്റേഴ്സ് എല്ലാം നമുക്ക് C++ൽ അവൈലബിൾ ആണ്. ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാമ്പിൾ വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻസിന് വേണ്ടിയിട്ട് സെയിം ചാനലിലുള്ള ഇൻട്രൊഡക്ഷൻ ടു C പ്രോഗ്രാമിംഗ് എന്ന ഒരു സെക്ഷനിലുള്ള ഓപ്പറേറ്റർ എന്നുള്ള വീഡിയോ കാണുക. അതും ഇതും സെയിം തന്നെയാണ്. സോ ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻസിനായിട്ട് ഇൻട്രൊഡക്ഷൻ ടു C പ്രോഗ്രാമിംഗിൽ ആ വീഡിയോ എല്ലാവരും കാണണം. ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി മാത്തമാറ്റിക്സിൽ യൂസ് ചെയ്യുന്ന പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ ഓപ്പറേറ്റർ. അതിനോടൊപ്പം തന്നെ ഒരു ഓപ്പറേറ്ററും കൂടെ ഉണ്ട്, മോഡുലസ് ഓപ്പറേറ്റർ. അതാണ് ലാസ്റ്റ് ഇട്ടിരിക്കുന്നത്. പെർസെൻറ്റേജിൻ്റെ സിമ്പലാണ്. പെർസെൻറ്റേജ് കാണാനല്ല യൂസ് ചെയ്യുന്നത്, റിമൈൻഡർ കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. അത് 2 നമ്പറുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന റിമൈൻഡർ, ആ റിമൈൻഡർ വാല്യൂ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് മോഡുലസ് ഓപ്പറേറ്റർ. എഴുതുന്നത് നമ്മുടെ നോർമൽ പെർസെൻറ്റേജ് സിമ്പൽ പോലെയാണ്, പക്ഷേ പെർസെൻറ്റേജിനല്ല യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ യൂണറി ഓപ്പറേറ്റർ. യൂണറി ഓപ്പറേറ്റർ മീൻസ് ഒരു ഓപ്പറാൻഡ് മാത്രമുള്ള ഓപ്പറേറ്ററിനെയാണ് യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഒരൊറ്റ ഓപ്പറാൻഡേ കാണത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ A++, അല്ലെങ്കിൽ A-, അപ്പോൾ അങ്ങനെയൊക്കെ എഴുതുമ്പോൾ A എന്ന ഒരു ഓപ്പറാൻഡ് മാത്രമേ ഇവിടെ ഉള്ളൂ. അങ്ങനെയുള്ള ഓപ്പറാൻഡുകളെയാണ് യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. 3 എക്സാമ്പിളാണ് ഉള്ളത്. പ്ലസ്, മൈനസ്, അതുപോലെ നോട്ട്. പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വേരിയബിളിൻ്റെ വാല്യൂ 1 കൂട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ A എന്നുള്ളൊരു വേരിയബിളിൽ 10 എന്നൊരു നമ്പർ വെച്ചു. എന്നിട്ട് A++ ചെയ്താൽ 10 എന്നുള്ളത് 1 കൂടി 11 ആയിട്ട് മാറും. A-, ചെയ്താൽ 10 എന്നുള്ളത് 1 കുറഞ്ഞ് 9 ആയിട്ട് മാറും. അതാണ് പ്ലസ്, മൈനസ്. നെക്സ്റ്റ് വൺ നോട്ടാണ്. യൂണറി നോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വാല്യൂവിൻ്റെ ഇപ്പോൾ 0 വന്നാൽ 1, 1 വന്നാൽ 0, അങ്ങനെയുള്ള ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അടുത്തത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ മീൻസ് അതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇൻട്രൊഡക്ഷൻ ടു C പ്രോഗ്രാമിംഗ് എന്ന ആ ഒരു സെക്ഷനിൽ കിട്ടും. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ മീൻസ് ഒരു വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വേരിയബിളിലേക്ക് ഒരു ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ആൻസർ അസൈൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ്. നമ്മൾ നോർമലി മാത്സിൽ ഡേ ടു ഡേ ലൈഫിലുള്ള മാത്സിൽ യൂസ് ചെയ്യുന്ന ഈക്വൽ സിമ്പലാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ തന്നെ അരിത്തമെറ്റിക് ഓപ്പറേറ്ററിനോടൊപ്പം ചേർത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് അവിടെ എക്സാമ്പിളിൽ എഴുതിയിരിക്കുന്നത്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഫസ്റ്റ് വൺ, ദെൻ പ്ലസ് അസൈൻമെൻറ്റ്, അഡിഷൻ ചെയ്തിട്ട് അസൈൻമെൻറ്റ് ചെയ്യും. ദെൻ മൈനസ് അസൈൻമെൻറ്റ്, ഇൻറ്റു അസൈൻമെൻറ്റ്, ഡിവിഷൻ അസൈൻമെൻറ്റ്, മോഡുലസ് അസൈൻമെൻറ്റ്. ലാസ്റ്റ് വൺ ഉള്ളത് ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ഓർ ഓപ്പറേറ്റർ ആണ്. അപ്പം ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ഓർ അസൈൻമെൻറ്റ്, ഇത്രയുമാണ് അസൈൻമെൻറ്റിൽ വരുന്നത്. റിലേഷണൽ ഓപ്പറേറ്റർ മീൻസ് 2 വേരിയബിൾസ് അല്ലെങ്കിൽ 2 ഐഡൻറ്റിഫയർ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഒന്നിനെക്കാട്ടി വലുതാണോ ചെറുതാണോ, ഈക്വൽ ആണോ, ഈക്വൽ അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് റിലേഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് സിമ്പിൾ ഈക്വൽ ടു. മാത്സിലെ ഈക്വൽ ടു ഇവിടത്തത് 1 അല്ല.
ഫസ്റ്റ് വൺ ഈക്വൽ ടു, അടുത്തത് നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇത്രയാണ് സിമ്പിൾസ്. നെക്സ്റ്റ് വൺ ലോജിക്കൽ ഓപ്പറേറ്റർ. ലോജിക്കൽ ഓപ്പറേറ്റർ രണ്ടെണ്ണേ ഉള്ളൂ, ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ. ആ രണ്ടിൻ്റെയും സിമ്പിളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ടെനറി ഓപ്പറേറ്റർ. ടെനറി ഓപ്പറേറ്റർ ഒരൊറ്റ ഓപ്പറേറ്ററേ ഉള്ളൂ. ആ ഒരു സെൻറ്റൻസ് ആയിട്ട് എഴുതിക്കുന്ന ഫുൾ ഒരൊറ്റ ഓപ്പറേറ്ററാണ്. ബ്രാക്കറ്റിനുള്ളിൽ കണ്ടീഷൻ എഴുതുക, ക്വസ്റ്റ്യൻ മാർക്ക്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണോ സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ അവിടെ എഴുതേണ്ടത്. കോളൻ. കോളൻ മീൻസ് 2 കുത്ത്. ദെൻ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്താണോ വരേണ്ടത് അത് സ്റ്റേറ്റ്മെൻറ്റ് 2-ൽ എഴുതുക. കൂടുതൽ പ്രോബ്ലംസ് വരുമ്പോൾ, പ്രോഗ്രാം വരുമ്പോൾ നമുക്കത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നോക്കാം. ദെൻ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. ബിറ്റ് വൈസ് ഓപ്പറേറ്റർ മെയിൻലി 4 എണ്ണമാണുള്ളത്. ബിറ്റ് വൈസ് ആൻഡ്, നമ്മൾ നോർമൽ ആംബസാൻഡ് സിമ്പിൾ, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ആംബസാൻഡ് സിമ്പിൾ ബിറ്റ് വൈസ് ആൻഡ് ആണ്. അടുത്തത് ബിറ്റ് വൈസ് ഓർ. നെക്സ്റ്റ് വൺ ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ഓർ. അടുത്തത് ബിറ്റ് വൈസ് കോംപ്ലിമെൻറ്റ്. ബിറ്റ് വൈസ് ആൻഡ് എന്ന് പറയുന്നത് 2 ഓപ്പറേറ്റർ കൊടുത്തിരുന്നാൽ അതിൽ ആൻഡ് ഓപ്പറേഷൻ ചെയ്യും. ബിറ്റ് വൈസ് ഓർ എന്ന് പറയുമ്പോൾ 2 ഓപ്പറേറ്ററിൽ ഓർ ഓപ്പറേഷൻ. ദെൻ ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ഓർ, ബിറ്റ് വൈസ് കോംപ്ലിമെൻറ്റ്. കോംപ്ലിമെൻറ്റ് മീൻസ് 0 ആണെങ്കിൽ 1 വരും, 1 ആണെങ്കിൽ 0 വരും, അതാണ് കോംപ്ലിമെൻറ്റ്. അടുത്തത് ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഷിഫ്റ്റിൽ തന്നെ ഉള്ളത് ലെഫ്റ്റ് ഷിഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, അതുപോലെ ബിറ്റ് വൈസ് ഷിഫ്റ്റ്, റൈറ്റ്, 0 ഫിൽ. ബിറ്റ് ഷിഫ്റ്റിനുള്ളിൽ 3 ഓപ്പറേറ്റേഴ്സ് കാണാം. ആദ്യം നമ്മൾ എഴുതിയിരിക്കുന്ന 2 ലെസ് ദാൻ സിമ്പിൾ ഒരുമിച്ച് എഴുതിയിരിക്കുന്നതാണ്. അത് ബിറ്റ് വൈസ് ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ്, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് 2 ഗ്രേറ്റർ ദാൻ സിമ്പിളാണ്. അത് ബിറ്റ് വൈസ് റൈറ്റ് ഷിഫ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷമുള്ള മൂന്നാമത്തെ ഷിഫ്റ്റിലെ ഓപ്പറേറ്റർ 3 ഗ്രേറ്റർ ദാൻ സിമ്പിളാണ്. അത് ബിറ്റ് വൈസ് ഷിഫ്റ്റ്, റൈറ്റ്, 0 ഫിൽ. അതായത് റൈറ്റിലേക്ക് 0യെ ഷിഫ്റ്റ് ചെയ്ത് ഫില്ല്. അതാണ് ആ ഒരു ഓപ്പറേറ്ററിൻ്റെ മീനിങ്. അപ്പോൾ ഇത്രയുമാണ് ജാവയിലെ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ജാവയിലെ നെക്സ്റ്റ് ടോക്കൺ സ്പെഷ്യൽ സിമ്പിൾസ് ആണ്. അപ്പോൾ സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ സിമ്പിൾസ് ഇൻ ജാവ ആർ എ ഫ്യൂ ക്യാരക്ടേഴ്സ് വിച്ച് ഹാവ് സ്പെഷ്യൽ മീനിങ് നോൺ ടു ജാവ കമ്പൈലർ ആൻഡ് കനോട്ട് ബി യൂസ്ഡ് ഫോർ എനി അതർ പർപ്പസ്. അതായത് ഇപ്പോൾ നമ്മൾ ജാവ പ്രോഗ്രാമിങ്ങിൽ ഫിക്സഡ് മീനിങ് ഉള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ മീനിങ് ഉള്ള വേർഡ്സിനെ കീവേഡ്സ് എന്ന് പറയുമെന്ന് പറഞ്ഞു. അത് വേർഡ്സ് ആണ്. അതുപോലെ സ്പെഷ്യൽ മീനിങ് ഉള്ള സിമ്പിളുകളും ഉണ്ട്. അങ്ങനെ സ്പെഷ്യൽ മീനിങ് ഉള്ള ഒരു ഫിക്സഡ് ആവശ്യത്തിന് മാത്രം, ടാസ്കിന് മാത്രം യൂസ് ചെയ്യുന്ന, മീനിങ് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത സിമ്പിളുകളെയാണ് ജാവയിൽ സ്പെഷ്യൽ സിമ്പിൾ എന്ന് പറയുന്നത്. മെയിനായിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ സിമ്പിൾസ് ആണ് ബോർഡിലുള്ളത്. സ്ക്വയർ ബ്രാക്കറ്റ്, അതുപോലെ റൗണ്ട് ബ്രാക്കറ്റ്, കേളി ബ്രാക്കറ്റ്. ഇതൊക്കെ നമ്മൾ നോർമലി എല്ലാ ലാംഗ്വേജിലും യൂസ് ചെയ്യുന്നതാണ്. ബ്രാക്കറ്റ്സ്, പാരാന്തസിസ്, ബ്രേസസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ദെൻ അതുപോലെ കോമ, സെമി കോളൻ, ആസ്റ്ററിക്സ്. ആസ്റ്ററിക്സ് സിമ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സിമ്പിളൊക്കെയാണ്. അതുപോലെ പോയിന്റർ യൂസ് ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ജാവയിലെ സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ ജാവയുടെ 5 ടോക്കൺസിനെ കുറിച്ചാണ് പഠിച്ചത്. കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, ഓപ്പറേറ്റേഴ്സ് ആൻഡ് സ്പെഷ്യൽ സിമ്പിൾസ്. ഇതും C++ലും C++ലുള്ളതും ഓൾമോസ്റ്റ് സെയിം ആണ്. ചെറിയ ചില മാറ്റങ്ങൾ മാത്രം, എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിക്കുന്നതിനോടൊപ്പം എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും കൂടെ ജാവയിലുണ്ട്. അതാണ് വ്യത്യാസം. സോ ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻസിനായിട്ട് ഇൻട്രൊഡക്ഷൻ ടു C പ്രോഗ്രാമിങ്ങിലെ ഓപ്പറേറ്റേഴ്സ് എന്നുള്ള വീഡിയോ കാണുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് കുറച്ച് കൂടുതൽ എക്സാമ്പിളുള്ള എക്സ്പ്ലനേഷൻസ് കിട്ടും, എക്സാമ്പിളോടുകൂടിയുണ്ട്. അപ്പോൾ ഇതുവരെ പറഞ്ഞ പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. കൂടുതൽ ജാവയുടെയോ അല്ലെങ്കിൽ കമ്പൈലർ ഡിസൈൻ, ഇൻട്രൊഡക്ഷൻ ടു C പ്രോഗ്രാമിംഗ്, ഡേറ്റ മൈനിങ്, ഇങ്ങനെയുള്ള ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.